ജഗ, നീ ആരോട് ചോദിച്ചിട്ടാ ആ പലഹാരങ്ങളൊക്കെ വാങ്ങിയത്? നിന്റെ വീടായതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാമെന്ന് കരുതിയോ? ജഗ, ഞാൻ അതോ കൂടപ്പുറപ്പുകൾക്ക് പലഹാരങ്ങൾ വാങ്ങി കൊടുക്കാനുള്ള ഗതി എനിക്കില്ലാന്ന് കരുതിയിട്ടോ? ജഗ, ജഗനെന്താ ഇങ്ങനെ? അതെ, ജഗൻ ഇങ്ങനെയാ. ജഗ, ആ പലഹാരങ്ങളായിട്ട് വന്നത് അമ്മയാ. എല്ലാവരും ജഗനെ പഴിച്ചാരി മാറ്റി നിർത്തിയപ്പോഴും ചേർത്ത് പിടിച്ച അമ്മ. ആ അമ്മ മകൾക്ക് വേണ്ടി സ്വന്തം കൈകൊണ്ട് ആഗ്രഹത്തോടെ ഉണ്ടാക്കി കൊണ്ടുവന്ന പലഹാരം ഞാൻ മുഖത്തേക്ക് വലിച്ചെറിയണമായിരുന്നോ? ജഗന്റെ അപ്പച്ചി ഓരോ അനാവശ്യങ്ങൾ പറയുമ്പോഴും മൗനമായി വിതുമ്പി നിൽക്കുകയായിരുന്നു ജഗന്റെ അമ്മ. ആ വീട്ടിൽ എനിക്ക് ആകെ സ്നേഹം കിട്ടിയത് ആ അമ്മയിൽ നിന്ന് മാത്രം. അങ്ങനെയുള്ള അമ്മയുടെ കണ്ണീര് കാണാനുള്ള ശക്തിയൊന്നും എനിക്കില്ലായിരുന്നു. അതാ ഞാൻ തെറ്റായിപ്പോയെങ്കിൽ ജഗൻ എന്നോട് ക്ഷമിക്ക്. സോറി വന്ദന, ക്ഷമ ചോദിക്കാനുള്ള നീയല്ല, ഞാനാ. എന്റെ ജീവനാ എന്റെ അമ്മ. ആ അമ്മയുടെ മനസ്സ് കാണാൻ മകനായി എനിക്ക് പറ്റിയില്ല. പക്ഷേ മരുമകളായി നിനക്കതിന് സാധിച്ചു. ജഗ, അതോർത്ത് ജഗൻ സങ്കടപ്പെടണ്ട. ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യത്തിൽ അമ്മയ്ക്ക് പിഴവ് പറ്റി. ഇങ്ങോട്ടുള്ള വരവിൽ അമ്മയ്ക്ക് ജഗന്റെ അപ്പച്ചിയെ ഒഴിവാക്കാമായിരുന്നു. അതെ, അച്ഛന്റെ പെങ്ങളെന്ന നിലയിൽ അപ്പച്ചിക്ക് വേണമെങ്കിൽ എന്നെ ശകാരിക്കാം. പക്ഷെ അത് എന്നോട് മാത്രം മതി. വന്ദനയെയോ വന്ദനയുടെ വീട്ടുകാരെയോ കുറ്റപ്പെടുത്താനുള്ള അധികാരം അവർക്കില്ല. ഇനിയും അവരിത് ആവർത്തിച്ച ഇത്രയും നാൾ ഞാൻ കൈ ഓങ്ങിയതേ ഉള്ളൂ. ഇനി ചിലപ്പോ എന്റെ നിയന്ത്രണം പോയെന്ന് വരും. ജഗ, അത് വിട്ടേക്ക്. ഒരു കുടുംബാവുമ്പോ ഇതുപോലുള്ള എത്തിക്കണികളൊക്കെ പറ്റിച്ചേരുമെന്ന് അച്ഛമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതും അതുപോലെ ഒന്നായിട്ട് കണക്കാക്കിയാൽ മതി. വന്ദന, എന്റെ പ്രവൃത്തികള് എന്റെ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടാവോ? എനിക്ക് എന്റെ അമ്മയുടെ ശബ്ദം ഒന്ന് കേൾക്കണം. ഇങ്ങനെയുണ്ടോ ഒരമ്മ മകൻ? അമ്മ ഇപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല. എത്തിയിട്ട് എത്രയും വേഗം ഞാൻ വിളിച്ചുതരാം. ജഗ, ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയും. അമ്മയെ പൊന്നുപോലെ സ്നേഹിക്കുന്ന മകൻ ഒരിക്കലും ഭാര്യയെ തള്ളി പറയില്ല. അച്ഛാ, ചായ.